ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂരപ്പ എൻ്റെ അടുത്ത് കാണിച്ചൊരു കുസൃതിനെ പറ്റിയിട്ടാണ് എനിക്കിന്നിപ്പോൾ പറയാനുള്ളത്. ഭയങ്കര കുറുമ്പനല്ലേ നമ്മുടെ ഉണ്ണിക്കണ്ണൻ. അദ്ദേഹം എന്നെ ആൾ വിളിക്കുന്ന സമയത്ത് നമ്മളവിടെ എത്തും എന്നുള്ളത് ഒരു ഭയങ്കര എന്നെ കാണണമെന്ന് തോന്നിയ ഒരു അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. എനിക്കങ്ങനെ ചിന്തിക്കാമല്ലോ. ഗുരുവായൂരപ്പൻ എന്നെ കാണണമെന്ന് തോന്നിയ സമയത്ത് എന്നെ അവിടെ എത്തിച്ചു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അതായത് 20-ാം തീയതി രാത്രി എന്നെ ഗുരുവായൂർ എത്തിച്ച ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. പിറ്റേ ദിവസം 21-ാം തീയതി എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു ഫോളോ അപ്പ് ക്ലാസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാമിൽ ഞാൻ ചെയ്യുന്ന റൈക്കി അല്ലെങ്കിൽ ലൈഫ് കോച്ചിങ് മെൻറ്ററിങ്ങിൻ്റെ ഒരു ഫോളോ അപ്പ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ശിവോഹം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിരുന്നു ചാലക്കുടി വെച്ചിട്ട്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് തൃശ്ശൂർ എത്തണമായിരുന്നു. അപ്പോൾ തൃശ്ശൂർ ചെമ്പൂക്കാവിലുള്ള ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട്, ശ്രീജ എന്ന് പറഞ്ഞിട്ട്. അവളുടെ വീട്ടിൽ നിൽക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ അന്നത്തെ ദിവസം, അതായത് വ്യാഴാഴ്ച വരയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് തീരുമാനം മാറുന്നത്. അവിടെ വേറെ 2 പേരും കൂടെ ആഡ് ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ നിൽക്കണ്ടെന്നല്ല, ഞാനും കൂടെ അവിടെ നിൽക്കണ്ടെന്നുള്ളൊരു തീരുമാനം. പക്ഷേ എന്നെ നേരെ വിളിക്കുന്നത് ഗുരുവായൂരുള്ള സിനുക്കുട്ടിയുടെ അടുത്തേക്കാണ്. സിനുവിനെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും പരിചയം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് താൻ നേരെ ഗുരുവായൂർക്ക് വായോ, ഞാൻ അവിടെ ഉണ്ടാവും, നമുക്ക് രണ്ടാൾക്കും കൂടെ ഒന്നിച്ചിട്ട് ഇവിടെ നിന്ന് പോവാം, അവളുടെ വണ്ടിയിൽ പോവാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചതല്ല. അന്ന് ഗുരുവായൂർ എനിക്ക് എത്തേണ്ടി വരും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഗുരുവായൂരപ്പൻ വിളിച്ചു കൊണ്ടുപോയതാണെന്ന് വേണം എനിക്ക് പറയാനായിട്ട്. കാരണം ഒരു തരത്തിലും എനിക്ക് അന്ന് അവിടെ എത്താൻ പറ്റുമായിരുന്നില്ല. സാഹചര്യങ്ങൾ, കുഞ്ഞുമലയ്ക്ക് പോകുന്ന ദിവസമൊക്കെ ആയിരുന്നു. രാത്രി എപ്പോൾ അവർ കെട്ടുനിറച്ച് പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം കൃത്യ സമയത്ത് നടന്നു. രാത്രി നേരത്തെ ഞാൻ പിന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കുന്നംകുളത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ നീ ഗുരുവായൂർക്ക് വാ, ഏതാണ് എളുപ്പമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ കുഞ്ഞു ചെറുക്കൻ ഭയങ്കര ആളാണല്ലോ. നീ നേരെ ഗുരുവായൂർ വന്ന് എന്നെ കണ്ടിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞ പോലെ. എനിക്ക് ഗുരുവായൂർ വഴിയേ പോകാൻ പറ്റുള്ളൂ. കുന്നംകുളം വഴി പോകേണ്ട ആളായിരുന്നു. പക്ഷേ ഗുരുവായൂർ വഴി എന്നെ കൊണ്ടുപോകാനായിട്ട് നിയോഗം ഉണ്ടായി. എനിക്കങ്ങനെ ഗുരുവായൂർ എത്താൻ സാധിച്ചു. അന്ന് നല്ല തിരക്കുണ്ട്. അത് കാണുന്ന അന്നത്തെ രാത്രിയാണ് കേട്ടോ. ഭയങ്കര. ഞാൻ എന്നിട്ട് വിചാരിക്കും, ഇന്നിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉത്സവമുണ്ടോ? ചിലപ്പോൾ അന്ന് ഒരുപാട് സ്വാമിമാരുടെ തിരക്കാണ് ഉണ്ടായത്. മകരവിളക്കിനോടനുബന്ധിച്ച് പോകുന്നതിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും. മകരവിളക്ക് ആയിട്ടില്ല, സോറി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, മണ്ഡലകാലം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷം. എങ്ങനെയാണ് എന്നെ അവിടെ എത്തിച്ചത് എന്ന് എനിക്ക് ഇപ്പോൾ ആലോചിച്ചാലും ഗൂപ്സ് ബബ്സ് വരും. അന്ന് രാവിലെ ഉണ്ണിക്കണ്ണൻ്റെ ഒരു കുസൃതിയായിട്ട്, നന്ദൻ പിള്ളയുടെ ഫോളോവർ ആണല്ലോ ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് വന്നൊരു രാവിലെ ഉണ്ണിക്കണ്ണൻ ഇഞ്ചമ്പുളി നക്കി കഴിഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ്, എനിക്ക് കൽക്കണ്ടം തരുമോ എരീനു എന്ന് പറഞ്ഞിട്ടൊരു ചിത്രമാണ് അദ്ദേഹം വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരെ കൽക്കണ്ടം വാങ്ങി ഭഗവാന് കൊണ്ട് സമർപ്പിച്ചു. ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല, കാരണം നട അടച്ചു കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞു അവിടെ എത്തുമ്പോൾ. നട അടച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും അവിടെ കൊണ്ട് സമർപ്പിച്ചു. ഞാൻ ഡയറി വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഡയറി പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിലുള്ള വേറെ കുറച്ച് പേർക്ക് ഒരു ഗിവ് അവേ കൊടുക്കാനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ബാക്കിയുള്ളവർക്കും കൊടുക്കണം. 27-ാം തീയതി എൻ്റെ പിറന്നാളാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് വരിക്കാശ്ശേരി മനയിൽ വെച്ചിട്ടാവുന്നതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേർക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് വാങ്ങാനും കൂടെ വേണ്ടിയിട്ട് അവിടെ എത്തി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 10 മണിയാകുമ്പോഴേക്കും ദേവസ്വം ഓഫീസ് ബുക്ക് സ്റ്റാളൊക്കെ അടച്ചു. പക്ഷേ എന്തായാലും കിട്ടും. നമ്മുടെ സിനുക്കുട്ട അവിടെ ഉണ്ടല്ലോ, അവൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് എന്തായാലും അവൾ വാങ്ങിച്ചിട്ട് വരും. അവൾ അന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ. അതല്ല ഇവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് ഗുരുവായൂരപ്പനോട് നമ്മൾ എത്രത്തോളം നമ്മൾ ചേർന്ന് നിൽക്കുന്നോ, നമ്മൾ 1 സ്റ്റെപ്പ് ഭഗവാനിലേക്ക് വെക്കുമ്പോൾ 10 സ്റ്റെപ്പ് ഭഗവാൻ നമ്മളിലേക്ക് വയ്ക്കും എന്നുള്ളതിനാണ് ഏറ്റവും വലിയ തെളിവാണ് എനിക്കിത് കണ്ടത്. എനിക്ക് അവിടെ അന്നത്തെ രാത്രി എത്തി. എനിക്ക് ഈ വണ്ടിയിലിരുന്ന് പറഞ്ഞിട്ടും തീരുന്നില്ല. ഞാൻ ഇങ്ങനെ പറയുക തന്നെയാണ്, അയ്യോ നമ്മൾ ആ വഴിക്ക് പോയിരുന്നെങ്കിൽ, കുന്നംകുളം വഴിക്ക് പോയിരുന്നെങ്കിലോ, എനിക്കെന്തായാലും ഗുരുവായൂർ എത്തിക്കഴിഞ്ഞ് ഉണ്ണിക്കണ്ണനെ കാണാണ്ട് ഇതിൻ്റെ 7 അയലത്ത് കൂടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭഗവാനെ കാണാണ്ട് ഞാൻ എങ്ങനെ പോകും എന്നൊക്കെ. പക്ഷേ എനിക്ക് ടെൻഷൻ, സിനു അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവൾക്ക് പറ്റുമോ എൻ്റെ കൂടെ വരാനായിട്ട്, എന്ത് പറ്റുമോ, അങ്ങനെയുള്ളൊരു ചോദ്യങ്ങളും ടെൻഷനും ഒക്കെ ആയിരുന്നു. പക്ഷേ അവൾ ധൈര്യമായിട്ട് നീ പടിഞ്ഞാറന്നടയ്ക്ക്
ഇടയ്ക്ക് വായോ, ഞാനവിടെ ഉണ്ട്, വണ്ടി അവിടെ നിന്നിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ അവിടെ എത്തി. പിന്നെ ഭഗവാനെ തൊഴലൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അവിടെ എത്തിച്ചില്ലേ, കൽക്കണ്ടം വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കൊണ്ട് കൊടുത്തു. നല്ല രീതിയിൽ താങ്ക്സ് ഒക്കെ പറഞ്ഞ് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ നേരെ എന്താ പറയുക പടിഞ്ഞാറേനട എത്തുമ്പോൾ അവളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഏഞ്ചൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഏഞ്ചൽ ഫ്രണ്ട്സ് തിരഞ്ഞെടുക്കലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു എന്ത് വാങ്ങിക്കൊടുത്താലാ മതിയാവുക എന്ന്. അതിൽ അവിടുത്തെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഞ്ചൽ ഫ്രണ്ട്സ് ആരാന്ന് അറിയില്ല, അന്നത്തെ ദിവസം എടുത്ത് അന്ന് തന്നെ കൊടുക്കുകയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ നേരത്തെ കിട്ടിയായിരുന്നെങ്കിൽ ഇന്ന ആൾക്കാണ് കിട്ടി, അവർക്ക് വേണ്ട നീഡ് എന്താണ് പറഞ്ഞാൽ നമുക്കത് വാങ്ങിക്കാം. പക്ഷേ ഇത് ആരാണെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് തിരഞ്ഞെടുക്കാനുള്ള അതിനൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് കൊടുക്കണതിനേക്കാളും ഞാൻ കൊടുക്കുമ്പോൾ ഭഗവാനെ അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഭഗവാനെ അല്ലാണ്ട് എനിക്ക് നിങ്ങൾക്കൊന്നും വേറെ അതിലും വലിയൊരു സംഭവം എനിക്ക് തരാനില്ല. എന്ത് തന്നാലും മതിയാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ വാങ്ങിയ ഗുരുവായൂരിൽ നിന്ന് അയ്യപ്പേട്ടൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച അതിൻ്റെ വേറൊരു അതേ സെയിം തന്നെ, അതിൽ ചെറിയ പെയിൻറ്റിൽ മാത്രം ചെറിയൊരു വ്യത്യാസമായിട്ടുള്ളൊരു വിഗ്രഹമാണ് എനിക്ക് അവിടെ നിന്ന് വേറെ പടിഞ്ഞാറേ നടയിലുള്ള ഒരു സ്റ്റോറിൽ നിന്ന് എടുത്ത് അതൊക്കെ പാക്ക് ചെയ്ത്. പിന്നെ എനിക്ക് മാസ്റ്റർക്ക് ഞാൻ നേരത്തെ ഇവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് പോരാന്ന് തോന്നിയിട്ട് ഞാൻ എന്താ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാസ്റ്റർക്കും ഒരു ഉരുളിയിലുള്ള കുന്നിക്കുരു, വലിയ ഉരുളിയിൽ കുന്നിക്കുരു, മയിൽപ്പീലിയും ആനക്കൊമ്പും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു വിഗ്രഹം കൂടെ വാങ്ങി പാക്ക് ചെയ്ത് അതും കൂടെ മാസ്റ്റർക്ക് കൊടുത്തു. മാസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ വന്ന ഗുരുവായൂരപ്പൻ്റെ സൗണ്ട് ആൻഡ് ബോഡി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഹാർഡിനോട് ചേർത്ത് വച്ചിരിക്കുന്ന ബ്ലെസ്സിങ്, എനിക്ക് അത്രയും ബ്ലെസ്സിങ് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഗുരുവായൂരപ്പൻ കൊടുക്കട്ടെ എന്ന് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഭഗവാനെ വിളിക്കുക. ഓരോരുത്തരും കമൻ്റ് ഇടുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് വഴിപാടാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ കമൻറ്റിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, ആരോഗ്യത്തിന് വേണ്ടി ഏത് വഴിപാടാണ് ചീട്ടാക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരോഗ്യത്തിന് വേണ്ടി കദളിക്കൊലയാണ് സമർപ്പിക്കുക. പിന്നെ അതേപോലെ കദളി പഴം കൊണ്ട് തുലാഭാരം അല്ലെങ്കിൽ കദളിക്കൊല കൊണ്ട് തുലാഭാരം തൂക്കാം, അതും ഒരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ പിന്നെ കാളിയമർദ്ദനം വഴിപാടുണ്ട്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കാളിയമർദ്ദനം വഴിപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ പൂർണ്ണ ആരോഗ്യവതിയായിട്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതൊന്നും അല്ലാതെയും ഇതൊന്നും സാധിക്കാത്ത ആൾക്കാരുണ്ടാവും. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഭഗവാനെ വിളിക്കുക. ഭഗവാനെ ഒരു വിനാഴിക നേരമെങ്കിലും വിളിക്കുക. ഒരു വിനാഴിക എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 25 മിനിറ്റോളം വരും. ആ ഒരു 25 മിനിറ്റോളം നാരായണ മന്ത്രവും ദ്വാദശാക്ഷരി മന്ത്രം നമോ ഭഗവതേ വാസുദേവായ ഇതോ ജപിക്കുക. അപ്പോൾ ജപിക്കുമ്പോൾ 25 മിനിറ്റ് കൊണ്ട് നമുക്ക് 1000 എബോ കവർ ചെയ്യാനായിട്ട് 1008 തവണയിൽ കൂടുതൽ നമുക്ക് ജപിക്കാനായിട്ട് സാധിക്കും. ഒരു ദിവസം അത്രയെങ്കിലും നിങ്ങൾ ഭഗവാന് വേണ്ടി മാറ്റി വയ്ക്കുക. 24 മണിക്കൂറിൽ വെറും 25 മിനിറ്റ് ഭഗവാന് വേണ്ടി കൊടുക്കാനായിട്ട് പറയാം. നിങ്ങളതിപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പോ ഉറങ്ങി എണീച്ച ഉടനെയോ, അതുമല്ല നിങ്ങൾ വണ്ടിയിൽ പോകുമ്പോഴാണെങ്കിലോ, നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിലോ, അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്താണെങ്കിലോ, എങ്കിൽ പോലും നിങ്ങൾ ഭഗവാനെ ഒരു ടൈം അലാം സെറ്റ് ചെയ്തുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ അൺകണ്ടീഷണലായിട്ട് വിളിക്കുക, ഭഗവാനെ ആലോചിക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം വളരെ വലിയ മാറ്റമാണ്. കാരണം ഞാൻ എപ്പോഴാണോ ഭഗവാൻക്കൽ എത്തി, ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ശിരസ് ഭഗവാന്റെ കാൽച്ചുവട്ടിലാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. അത് ഭഗവാൻ എന്നെ തലോടാനായാലും ശരി, അല്ല എന്നെ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഞാൻ പറയാം, ഓരോ ചലഞ്ച് വരുമ്പോഴും ഭഗവാൻ ഇനി എനിക്ക് അനുഭവിക്കാൻ വയ്യ, അത്രയും ഞാൻ കൂടുതൽ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി ഇതിൽ കൂടുതൽ എന്നെ പരീക്ഷിക്കുകയാണെങ്കിൽ ആ ശിരസ് നിൻ്റെ കാൽച്ചുവട്ടിലാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ജീവൻ അങ്ങ് എടുത്തോളണേ എന്നുള്ള രീതിയിലാണ് ഞാൻ പല സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. പക്ഷെ എൻ്റെ ഒരു കുസൃതി കൂടൊക്കെ ആയിട്ട് പലതരത്തിലും എന്നെ അത്രയും വന്ന് മെൻ്റൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ. എല്ലാവരും